ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. സ്കോളർഷിപ്പ് പ്രോഗ്രാം 2025-26 ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ പദ്ധതി സെഡസ് അസോസിയേറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികളെ ശാക്തീകരിക്കുന്നതിനായിട്ട് ആരംഭിച്ചതാണ്. ഈ സ്കോളർഷിപ്പ് പ്രധാനമായും പൂനെ, ഡൽഹി, ചെന്നൈ, ബാംഗ്ലൂർ എന്നീ നഗരങ്ങളിലെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായം നൽകുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും, സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾക്കും, അപേക്ഷാ നടപടികൾക്കും, കരിയർ ഗൈഡൻസിനുമായി ഇത്തരത്തിലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനുമായിട്ട് നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. സെഡസ് അസോസിയേറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് CSRന്റെ ആനുകൂല്യങ്ങൾ പ്രതിവർഷം 50,000 രൂപ വരെ സാമ്പത്തിക സഹായം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു സ്കോളർഷിപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ബിരുദ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം പൂർത്തിയാക്കാൻ സഹായം നൽകുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ. ഇതിനുള്ള എലിജിബിലിറ്റി ആൻഡ് ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ താഴെ പറയുന്ന മാനദണ്ഡങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കണം. ഇതിനുള്ള പഠന നിലവാരം നിലവിലെ ഏതെങ്കിലും പൊതുവായി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ബിരുദ കോഴ്സിന്റെ 1ാം വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ആയിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. സെക്കൻഡ്, 12ാം ക്ലാസ് പരീക്ഷയിലെ കുറഞ്ഞത് 60% മാർക്ക് ഈ സ്റ്റുഡന്റ് നേടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ സ്റ്റുഡന്റിന്റെ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന അപ്ലിക്കന്റിന്റെ കുടുംബ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 8 ലക്ഷത്തിന് താഴെ ആയിരിക്കണം. സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന നഗരം, അതായത് വിദ്യാർത്ഥി പ്രവേശനം നടത്തിയ സ്ഥാപനം പൂനെ, ഡൽഹി, ചെന്നൈ, ബാംഗ്ലൂർ എന്നീ നഗരങ്ങൾ ഒന്നായിരിക്കണം എന്നുള്ളത് കമ്പൽസറി ആണ്. ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ അയോഗ്യരായ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് സെഡസ് അസോസിയേറ്റ് ജീവനക്കാരുടെ മക്കൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനായിട്ട് യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല. ഏതൊക്കെ കോഴ്സുകൾക്കാണ് നമുക്ക് പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് ഈ ഒരു സ്കോളർഷിപ്പിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കാൻ നമുക്ക് നോക്കാം. പ്രൊഫഷണൽ കോഴ്സുകളായ ബിടെക്, അതുപോലെ BE, MBBS, LLB, BArc ഇത്തരത്തിലുള്ള പഠിക്കുന്ന കോഴ്സുകൾ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും പ്രതിവർഷം 50,000 രൂപ വരെ ഈ ഒരു സ്കോളർഷിപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ജനറൽ കോഴ്സുകൾ ചെയ്യുന്ന സ്റ്റുഡൻസ്, UG പ്രോഗ്രാമുകളായ BA, BCom, BSc, BCA ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യുന്ന സ്റ്റുഡൻസിന് പ്രതിവർഷം 20,000 രൂപ വഴി ഈ സ്കോളർഷിപ്പിലൂടെ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ, അതിന്റെ യൂട്ടിലൈസേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്കോളർഷിപ്പ് തുക പൂർണ്ണമായും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. ഇതിൽ ഉൾപ്പെടുന്ന ചെലവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അക്കാദമിക് ഫീസ്, അതായത് ട്യൂഷൻ ഫീസ്, പരീക്ഷാ ഫീസ്, അഡ്മിഷൻ ഫീസ് എന്നിവയെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ജീവിത ചെലവുകൾക്കായി, അതായത് ഹോസ്റ്റൽ, മെസ്സ് ഫീസുകളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയവയ്ക്കായിട്ടുള്ള എലവൻസ് വരുന്നുണ്ട്. അതുപോലെ മന്ത്ലി എലവൻസുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. എങ്ങനെയാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടത്, ഇതിനാവശ്യമായ രേഖകൾ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലെയുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസുമായിട്ട് നിങ്ങൾക്ക് ഇൻസൈറ്റ് 360 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പേജ് ഫോളോ ചെയ്യുകയും ചെയ്യാം. ഈ ഒരു സ്കോളർഷിപ്പിനായിട്ട് സ്റ്റുഡൻസിനെ തെരഞ്ഞെടുക്കുന്ന വിവിധ ഘട്ടങ്ങളിലൂടെയാണ്. ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്യും. അക്കാദമിക് മികവിന്റെയും സാമ്പത്തിക ആവശ്യകതയുടെയും അടിസ്ഥാനത്തിൽ അപേക്ഷകരെ പ്രാഥമികമായിട്ട് തെരഞ്ഞെടുക്കും. സെക്കൻഡ് ചെയ്യുന്നത് ടെലിഫോണിക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളുമായിട്ട് ഫോൺ വഴിയുള്ള ഒരു അഭിമുഖം നടത്തും. ദെൻ ഓൺലൈൻ അഭിരുചി പരീക്ഷ ഉണ്ടായിരിക്കും. യോഗ്യരായവർക്ക് ഓൺലൈൻ അഭിരുചി പരീക്ഷ അവർ നടത്തുന്നതായിരിക്കും. ഫൈനലി ഡോക്യുമെന്റ് ആൻഡ് വെരിഫിക്കേഷൻ രേഖകളെല്ലാം പരിശോധിച്ച് സെഡസ് അസോസിയേറ്റിന്റെ അന്തിമ തീരുമാന പ്രകാരം വിജയികളെ തെരഞ്ഞെടുക്കും. ഇതിനാവശ്യമായിട്ടുള്ള റിക്വയർഡ് ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത്രയും ഡോക്യുമെന്റ്സുകൾ നിങ്ങളെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ മസ്റ്റ് ആണ്. അതുപോലെ തന്നെ 12ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കണം. അംഗീകൃതമായ തിരിച്ചറിയൽ ഒരു ID പ്രൂഫ്, പാൻ കാർഡോ ആധാർ കാർഡോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിലവിലെ വർഷത്തെ അഡ്മിഷൻ രേഖ പ്രൂഫ് ഉണ്ടായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം തെളിയിക്കുന്ന ഇൻകം പ്രൂഫ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് ഈ സ്കോളർഷിപ്പിന് അപ്ലിക്കേഷൻ മൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്.
ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് November 28, 2025 ആണ്. ഈ ഒരു ഡേറ്റ് മിസ്സാക്കാതെ എത്രയും പെട്ടെന്ന് ഈ ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ഇൻസൈറ്റ് 360 ആപ്പ് വഴി നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റിലോ DM-ലോ 360 എന്ന് ടൈപ്പ് ചെയ്ത് ചാറ്റ് ചെയ്യാം. ഡയറക്ട്ലി നിങ്ങൾക്ക് ഇൻസൈറ്റ് 360യുടെ മെന്റേഴ്സുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കാവുന്നതാണ്.